Hi friends, this is Neenu. Welcome to my channel. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ മകന് ഏറ്റവും പ്രിയമുള്ള ഡക്ക് റോസ്റ്റ് ആയിട്ടാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, പക്ഷേ എൻ്റെ മകന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻസ് ഇടാം. ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിന് എന്തൊക്കെയാണ് തെറ്റുകളെന്ന് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കറക്റ്റ് ആക്കിക്കൊള്ളാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ റെസിപ്പി ഫുള്ള് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായി കഴിയുമ്പം നമ്മൾ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. അതിനുശേഷം 2 മീഡിയം സൈസ് സബോളയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. അത് നീളത്തിൽ അരിഞ്ഞേക്കാണ്. അത് കുറച്ച് നേരം നല്ല ബ്രൗൺ ആവുന്ന വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക. കുറച്ച് സമയം എടുക്കും അതിന് വഴറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ലൂലു എന്ന് ജർമ്മനിയ എന്ന് പറഞ്ഞ 1800 ഗ്രാമിൻ്റെ താറാവാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അത് നല്ലപോലെ ഞുറുക്കി കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും കുരുമുളകും തിരുമ്മി വെച്ചേക്കാണ്. ഇപ്പോൾ ഇനി വഴറ്റി സവോള ഒരുവിധം ആയി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിനകത്ത് ഇതാണ് ഞാൻ പറഞ്ഞ താറാവ് ഉപ്പും മഞ്ഞളും കുരുമുളകും പുരട്ടി വെച്ചേക്കുന്നതാണ്. ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്, മതിയാവും. ഇത് 3 ചെറിയ തക്കാളിയാണ്, അത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. ഇത് 4 ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് കരിവേപ്പില. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. മദേഴ്സിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി പൊടികളൊക്കെ ഇടുന്ന സമയത്ത് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഏകദേശം പരുവായി. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ, 1.25 ടേബിൾ സ്പൂൺ എന്ന് പറയാം. അപ്പോൾ അളവ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്പൂണ്, ഇച്ചിരിയും കൂടെ ഇത്രയും കൂടെ ആയിട്ട് ഇട്ടു. അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് മിയാസ് കിച്ചണിൽ പറഞ്ഞ ശേഷമാണ് ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ മുമ്പേ മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാ പൊടികളും ഒന്നിച്ചങ്ങ് ഇടുകയാണ് ചെയ്തത്. ഇനി നമ്മൾ വഴന്ന് കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി ഇടുകയാണ്. 4 ടീസ്പൂൺ മുളക് പൊടിയാണ്. നിറച്ച് തന്നെയാണ് ഞാൻ മുളക് എടുത്തേക്കുന്നത്. ഇത് നോർമൽ മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ല, നോർമൽ മുളക് പൊടിയാണ്. 4 സ്പൂണാണ് ഇട്ടേക്കുന്നത്. അതും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി മുളക് ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ, മുളക് പൊടി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മളിനി അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, അതുപോലെ കുറച്ച് കരിവേപ്പിലയും കൂടി ആയിട്ട് ഇട്ട് കൊടുക്കും. 4 പച്ചമുളകാണിത്, കുറച്ച് കരിവേപ്പില, ബാക്കി പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിടാം. അതും ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം ഇനി നമ്മൾ അടുത്ത പൊടികൾ ഇടാൻ പോവാണ്. മല്ലിപ്പൊടിയാണ് ഇടുന്നത് ആദ്യം, 1 ടീസ്പൂൺ. ഇനി മസാലപ്പൊടി 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരിയും കൂടെ ഇത്രയും കൂടെ ആയിട്ട് ഇട്ടു. അപ്പോൾ 1 ടീസ്പൂൺ മുഴുവനും വേണ്ട, അത്രയും മസാലപ്പൊടിയും വേണം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇനി ഇടാൻ പോകുന്നത് തക്കാളിയാണ്. തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. തീ കുറച്ച് വെച്ച് ഇച്ചിരി ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തക്കാളി ഇടാൻ പോവാണ്. 1 സ്പൂൺ പോലെ എണ്ണ ഒഴിച്ചില്ല, കുറച്ച് ഒഴിച്ചുള്ളൂ. അടുക്കി പിടിക്കുക, കുക്കറിലായാലും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി തക്കാളി നല്ലപോലെ വഴന്ന് അതിനകത്ത് നിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ അത് നല്ലപോലെ വഴണം, കുറച്ച് സമയം എടുക്കും. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്താണത് ആക്കിയെടുത്തേക്കുന്നത്. നല്ലപോലെ വഴറ്റിയെടുക്കണം.
ഇപ്പം ഏകദേശം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അടുക്കളയിൽ വെട്ടം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് വെച്ചിട്ട് ആംഗിൾ വെച്ചേക്കുന്ന അത്ര ശരിയായിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം പരുവായിട്ടുണ്ട്. എൻ്റെ ഇപ്പം അടുക്കി പിടിക്കുന്നില്ല, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ താറാവിനെ ഇട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ കേൾപ്പിക്കുക. അത് തീ കുറച്ചൊന്നും വെക്കണ്ട, തീ നല്ല കൂട്ടി വെച്ച് തന്നെ 6 വിസിലാണ് ഞാൻ കേൾപ്പിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക, വെള്ളമൊന്നും ചേർക്കണ്ട. 6 വിസിൽ കേൾപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി പ്രഷർ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് അതിനകത്ത് വെള്ളം പറ്റിച്ചെടുക്കണം. കുക്കർ തുറന്ന് വെള്ളം പറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് കരിവേപ്പിലയും അതുപോലെ 2 പച്ചമുളകും കീറിയിടുന്നുണ്ട് ലാസ്റ്റിൽ. നല്ലപോലെ വെള്ളം പറ്റിച്ച് വരട്ടിയെടുക്കുക ചെയ്യുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ താറാവ് റോസ്റ്റ് ഇത് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു താറാവ് റോസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. എങ്ങനെയുണ്ട്? എരിവുണ്ടോ? എരിവില്ല? ഇഷ്ടമായോ? കഴിക്കും. ബർത്ത്ഡേ ആയിരുന്നു, 9 വയസ്സായി അവന്. അപ്പോൾ ഒരു ചെറിയതായിട്ട് ഞങ്ങൾ തന്നെ ഒരു കേക്ക് മുറിച്ച് ആഘോഷിച്ചു.